ഹായ്, ഇതെൻ്റെ ഫ്രണ്ട് രശ്മിയുടെ കടയാട്ടോ. അപ്പം ഇത് വരുന്നത് നമ്മുടെ മണ്ണുംപേട്ട ഷാപ്പുംപടി സ്റ്റോപ്പിൻ്റെ അടുത്താണ് വരുന്നത്. ഞങ്ങളൊരു ദിവസം ഇവിടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അഞ്ചോണത്തിൻ്റെ അന്നാണ് പോയത്. ഞാനും എൻ്റെ ഏട്ടനും കൂടിയാണ് പോയത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയാം. കൊള്ളിപ്പുട്ട്, കൊള്ളി, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, ചില്ലി ചിക്കൻ, ബീഫ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, മീൻ കറി, ഇതൊക്കെ കിട്ടും. പിന്നെ പുട്ട് അവർ അപ്പം തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് നല്ല ആവി പറക്കണ പുട്ട് നല്ല വാഴയിലയിൽ അവർ സെർവ് ചെയ്യും. അതും ഈ ബീഫ് കറിയും ചിക്കൻ കറിയും മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊള്ളിയേക്കാളും ഞങ്ങൾ കൊള്ളിപ്പുട്ടാണ് വാങ്ങിച്ചത്. കൊള്ളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിന്നണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊള്ളിപ്പുട്ടാണ് തിന്നത് കേട്ടോ. പിന്നെ എല്ലാ കറികളും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രശ്മിയുടെ കൂട്ടുകാരി പഞ്ചമിയും കൂടിയിട്ടാണ് ഈ കട നടത്തുന്നത്. കണ്ടോ, ലൈവായിട്ടാണ് അവർ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് തന്നെ അവർ പുട്ടുണ്ടാക്കി തരും. പിന്നെ എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയത് നല്ല വൃത്തിയാണ് അവിടെ. അവർ 2 പെൺകുട്ടികളല്ലേ ചെയ്യണേ, അതുകൊണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു എല്ലാത്തിനും. പിന്നെ ചുക്കാപ്പി അവർ ഫ്രീ ആയിട്ട് തരും, അതിനവർ പൈസ മേടിക്കില്ല. പിന്നെ 4 പേര് ഫുഡ് കഴിച്ചിട്ട് വെറും 500 രൂപയായുള്ളൂ. എൻ്റെ അടുത്തൊന്നും ആയതുകൊണ്ടാവില്ല, അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർ വേറെ ചപ്പാത്തിയും ഇതൊക്കെ ഉണ്ട്. മീൻകറി ഉണ്ട്, നല്ല സ്വാദുണ്ടായിരുന്നു മീൻകറി. അപ്പോൾ അവൈലബിളായിട്ടുള്ള ഏതെങ്കിലും മീനായിരിക്കും കറി വെച്ചിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. പ്രൈസ് നല്ല ലോ ആയിരുന്നു, ക്വാണ്ടിറ്റി നന്നായി ഉണ്ടായിരുന്നു. അവർ പുട്ടിനൊന്നൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് അത്രയ്ക്കും ഇങ്ങോട്ട് ആയില്ല. 4 പേർക്ക് 500 രൂപയ്ക്ക് ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ എല്ലാതും പോലെ തന്നെ ഇതും ഞാൻ കഴിച്ചു നോക്കി, നല്ല സ്വാദുണ്ടായിരുന്നു. അതിപ്പോഴും ഈ പിക്ചർ കാണുമ്പോൾ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇനി ഞങ്ങൾ പോവും. ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പോയി കഴിക്കും കേട്ടോ.